യൂട്യൂബ് ചാനൽ. ആക്ച്വലി ഞങ്ങൾ ഇന്ന് എവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളിപ്പോൾ ഉള്ളത് മാംഗ്രൂവ്സിലാണ്. ഇതോടൊപ്പം കൽബ അല്ലേ, കൽബ മാംഗ്രൂവ്സിലാണ് ഞങ്ങളുള്ളത്. ആക്ച്വലി ഇവിടെ നമ്മൾ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ വലിയ ആൾക്കാർക്ക് 14 ദിറംസ് ആണ് ഫീ, എന്താ പറയുക, പാസ്. കുട്ടികൾക്ക് ഫ്രീ ആണ്. ആക്ച്വലി ഇവിടുന്ന് നമുക്കൊരു 40 മിനിറ്റ്സ് നമുക്കിതിനകത്ത് നടന്ന് കാണാനുള്ളതുണ്ട്. അതുപോലെ തന്നെ ഇവിടുന്ന് നമുക്ക് പോകാൻ വേണ്ടി നമ്മുടെ പാർക്കിംഗ് ഏരിയ ആണ് ഈ കാണുന്നത്. ഇജി പാർക്കിംഗ് കാണിച്ചു കൊടുത്തേ. നമുക്കിവിടെ നമ്മുടെ വണ്ടികളൊക്കെ പാർക്ക് ചെയ്തതിന് ശേഷം ഇവിടുന്ന് നമ്മളെ ഒരു ഓപ്പൺ വണ്ടിയിൽ അകത്തേക്ക് കൊണ്ടുപോയി നമ്മൾ അവിടെ നമുക്ക് കാണാനുള്ള കാഴ്ചകളെല്ലാം കഴിഞ്ഞ ശേഷം അവരുടെ വണ്ടിയിൽ തന്നെ നമ്മൾ തിരിച്ച് ഡ്രോപ്പ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പം നമുക്കിനി അകത്തോട്ട് പോയിട്ട് കാണാം. ഓക്കെ, ഹേഡപ്പിക്കാം. ഇത് കിളികൾ പറക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ആ ഓപ്പൺ വണ്ടിയിൽ കയറി. കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും വലതുവശത്തും ഇടതുവശത്തും ഇങ്ങനെ കടൽ പോലെ കിടക്കുവാണ്. അതിനകത്ത് കുറേ കിളികളൊക്കെ ഇങ്ങനെ പറക്കുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെയാണ് പിള്ളേർ പറഞ്ഞുകൊണ്ടിരുന്നത്. കാറ്റടിക്കുന്ന കാരണം വോയിസ് ഓവർ കൊടുത്തേ പറ്റുള്ളായിരുന്നു. അങ്ങനെ ഞങ്ങളവിടെ എത്തി. ഇതാണ് അതിൻ്റെ എൻട്രൻസ്. നല്ല പച്ചപ്പാണ് കേട്ടോ, നല്ല അടിപൊളി സ്ഥലമാണ്. ഗൈസ്, ആക്ച്വലി ഇവിടെ വരുന്നതിന് 15 ദിറംസാണ്. ഞാൻ അറിയാതെ എന്തോ ഓർത്തുകൊണ്ടാണ് ആദ്യം 14 എന്ന് പറഞ്ഞത്. സോറി, ഒരാൾക്ക് 15 ദിറംസാണ്. ഇവിടെ നമുക്ക് ഒരുപാട് യൂറോപ്യൻസ് ഒക്കെ വിസിറ്റിംഗ് വരുന്ന സ്ഥലമാണ് കേട്ടോ. ആക്ച്വലി അങ്ങോട്ട് കാണിച്ചപ്പോൾ അവിടേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അക്കരെ സൈഡിലുള്ള എല്ലാ ബിൽഡിങ്സും കാര്യങ്ങളും കാണാൻ പറ്റും. അവിടെ ഒരു ടവറുണ്ട്, അതിലൊരു ക്ലോക്കൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അവിടെ കുറേ പച്ചപ്പും വെള്ളവും കുറേ കിളികളും ഭയങ്കര രസമായിരുന്നു കേട്ടോ. ഞങ്ങൾ നടന്നു പോകുന്നതും 2 സൈഡിൽ കൂടി ഇത് കണ്ടോ, നോക്കി റൈറ്റ് സൈഡിൽ കാണുന്നുണ്ടോ, തടി വെച്ചിരിക്കുന്നുണ്ടോ. പിള്ളേരൊക്കെ അവിടെ ചെന്നിട്ട് ഭയങ്കര ഹാപ്പിയായിരുന്നു. ഹെലനൊക്കെ ഭയങ്കര ഹാപ്പിയായിരുന്നു. ഞങ്ങളങ്ങനെ അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പോകുന്നതാണ് കാണുന്നത്. അങ്ങനെ ഞങ്ങൾ അകത്തെത്തി. ഈ കിടക്കുന്ന ഒരു ചെയർ കണ്ടോ, ഇത് കയറുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ റൗണ്ട് ചെയ്തിരിക്കുന്നത്. നമുക്ക് അവിടെ എത്തിക്കഴിഞ്ഞാൽ അതിലിരിക്കാനും അവിടെ ഇരുന്ന് നമുക്കൊന്ന് റിലാക്സ് ആകാനൊക്കെ ഉള്ള സമയം കിട്ടും. എൻ്റെ മുട്ടാണ് അവിടെ ഒറ്റ ഇടിച്ചു കേട്ടോ. അവിടെയാണ് ഭയങ്കര ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. 2012 ആ മാംഗ്രൂവ്സ് അതുപോലെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഏതാണ്ട് 2025 എങ്ങനെയാണെന്നുള്ളതാണ് കാണിക്കുന്നത്. ഇതവിടെ കുറേ ഇൻസെക്ട്സിൻ്റെ മോഡൽസ് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ എനിക്ക് തോന്നുന്നു ഡ്രൈഡ് ആയിട്ടുള്ളതാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പക്ഷേ അതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കാണുന്ന ഗ്ലാസ്, ഹീഡൻ തൊട്ടിരിക്കുന്ന ഗ്ലാസ് നമ്മളിങ്ങനെ നീക്കി കഴിയുമ്പോൾ ഈ ചെറുതായിട്ടുള്ള ഇൻസെക്ട്സ് എല്ലാം നമുക്ക് വലുതായിട്ട് കാണാൻ പറ്റും. ഈ ബട്ടർഫ്ലൈസും ഈ എന്താ പറയുന്നത് തേളും അങ്ങനെ ഒത്തിരി ഈച്ച, പാറ്റ, അങ്ങനെ ഒത്തിരി സാധനങ്ങൾ കേട്ടോ. പലതരത്തിലുള്ള വണ്ടുകൾ, പലതരത്തിലുള്ള ബട്ടർഫ്ലൈസ്, അങ്ങനെ അതൊക്കെ നമുക്ക് വലുപ്പത്തിൽ കാണാൻ പറ്റും കേട്ടോ. ഒത്തിരി നല്ലതായിരുന്നു. ഹെലനൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്തു. ഹെലൻ ഓൾമോസ്റ്റ് അതിനൊന്നും അങ്ങനെ എത്താനായിട്ടുള്ള ഹൈറ്റ് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഹെയ്ഡൻ ഇത് കറക്റ്റായിരുന്നു. പിന്നെ ഇതൊക്കെ നമ്മളവിടെ വെച്ചിരിക്കുന്ന ബോർഡുകളാണ് കേട്ടോ. ഇത് ഷെല്ലുകൾ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഷെൽസാണ് ഈ കാണുന്നത്. ഞാനിവിടെ കാണുന്നുണ്ട് ഷേപ്സ് ആൻഡ് സൈസസ്. അതാണ് ഡിഫറെൻറ്റ് ഷേപ്സ് ആൻഡ് സൈസസിലുള്ള ഷെല്ലുകളാണ് ഈ കാണുന്നത്. അങ്ങനെ ഒരുപാട് വണ്ടേഴ്സാണ് കേട്ടോ നമ്മളവിടെ ചെന്ന് കഴിഞ്ഞാൽ. ഇതൊക്കെയെന്ന് പറഞ്ഞാൽ നമ്മുടെ ഓഷ്യൻസിൽ നിന്ന് നമുക്ക് കിട്ടുന്ന വേസ്റ്റുകളാണ്. ഇതൊന്നും അവിടെ അതായത് ഡിസപ്പിയർ ആവാത്ത ഓഷ്യൻസിൽ ഉള്ള വേസ്റ്റ് ഡിസപ്പിയർ ആകാത്താണ്. ഇനി ബിലോ ദ ടൈഡ് എന്ന് ഇതിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇപ്പോൾ ഇവിടെ ഇങ്ങനെ പലതരം മീനുകളായിരിക്കാം, നമുക്ക് പോയി നോക്കാം. ഷെൽ ക്രിയേറ്റർ. അപ്പോൾ ഇത് ഷെൽ ക്രിയേറ്റർ. ഇതുണ്ടോ? സ്റ്റാർഫിഷ് ഞാൻ കണ്ടോ? സ്റ്റാർഫിഷ് ഭയങ്കര ഇൻഫോർമേറ്റീവ് ആണ് ഇവിടെ.
നല്ല രസമോ സ്പൈക്കിംഗ് ആ സ്ലഗ് ഇതൊക്കെ ജീവനുള്ള സാധനങ്ങളാണ് കേട്ടോ. ഒന്നും നിങ്ങൾക്ക് കാണുമ്പോൾ ഒരു സ്പോഞ്ച് പോലൊക്കെ തോന്നും, പക്ഷെ ഇതൊന്നും സ്പോഞ്ച് അല്ല. ഇത് ഒറിജിനൽ ജീവനുള്ള എന്തൊക്കെയോ നമ്മുടെ കടലിൽ താമസിക്കുന്ന ജീവിക്കുന്ന എന്തൊക്കെയോ ഐറ്റംസ് ആണിത്. ഒരുപാട് മീനുകളുണ്ട് ഇതിനകത്ത്. ഇത് പല പേരുകളിൽ അറിയപ്പെടുന്ന മീനുകളാണ്. അതിൻ്റെ പേരുകളൊക്കെ താഴെ കാണിച്ചു തരാം. കാരണം എന്താ വെച്ചാൽ ഇതൊന്നും പറഞ്ഞ് നമുക്ക് എടുക്കാനായിട്ട് പറ്റില്ല. യെല്ലോ കളറുടെ സാധനം ഫിഷുകളുണ്ട്. ഇവിടെ 2 ടാങ്കുകളുണ്ട്. ഈ 2 ടാങ്കിൽ നിറച്ച് ഫിഷുകളാണ്. ഇതുണ്ടോ ഇങ്ങോട്ടേക്ക്? അതുണ്ട് അതിനകത്തേക്ക് പോകുന്നുണ്ട്. എന്ത് രസമായിട്ടാണ് നോക്കിയാൽ കുറേ മീനുകൾ കൂട്ടത്തോടെ ഓടിപ്പോകുന്നത് കണ്ടോ. എന്ത് രസമാണ്. കുറേ പേര് അങ്ങോട്ട് പോകുന്നു, ഇങ്ങോട്ട് വരുന്നു. വാവ്, സൂപ്പർ. നമ്മൾ കണ്ട ഫിഷിനെ അങ്ങനെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി വന്നു. അവിടെ കുറേ ആമകളൊക്കെ ഒരു കുളത്തിലിങ്ങനെ കിടപ്പുണ്ടായിരുന്നു. ഒരു വലിയൊരു ആമ ഉണ്ടായിരുന്നു കേട്ടോ. ഒരു രക്ഷയില്ലായിരുന്നു അതിനെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇച്ചു ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമായിരുന്നു ഹെയ്ഡിന്, കരയിലും വെള്ളത്തിലും ജീവിക്കുന്ന ജീവിയാണ് ആമ എന്നൊക്കെ ഇങ്ങനെ കുറച്ച് ആമയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമായിരുന്നു. ഒത്തിരി വലിയൊരു ആമയായിരുന്നു കേട്ടോ ഞങ്ങളവിടെ കണ്ടത്. അതിൻ്റെ കൂടെ തന്നെ കുറേ വലിയ മീനുകളും കാര്യങ്ങളെല്ലാം ഇട്ടിട്ടുണ്ടായിരുന്നു. വലിയൊരു ടർട്ടിലെന്നറിയത് ഒരു രക്ഷയിലിട്ട്. ഇത് ഇത്രയും വലിയൊരു ആമ ഞാൻ ആദ്യം കാണും കേട്ടോ. ആദ്യമായിട്ട് കാണും ഇത്രയും വലിയ രാമേനെ. ഓഹ്, പേടിയായിരുന്നു. പോസ് ചെയ്ത് ചീസ് പോസ് ചെയ്യടാ, പോസ് ചെയ്യടാ. വാവ്. അവൻ്റെ പുറകെ ഒരു കുഞ്ഞൊരെണ്ണം കൂടെ വരുന്നുണ്ട്.
അങ്ങനെ ഞങ്ങൾ ടേർട്ടിലിനെ എല്ലാം കണ്ടതിന് ശേഷം ടർട്ടിൽ പോകുന്ന കാണുന്നത് ഹെലൻ മോള് ഓടിച്ചുകൊണ്ട് കൂട്ടത്തിൽ പോയി. അവിടെ ഒരുപാട് വലിയ മരങ്ങളൊക്കെ നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. പുളിമരമൊക്കെ ഉണ്ടായിരുന്നു. പിള്ളേർക്ക് കളിക്കാനുള്ള പ്ലേ ഏരിയയാണ് ആ കാണുന്നത്. അവിടെ ഇങ്ങനെ നല്ല രസമാണ് കേട്ടോ. ഒത്തിരി രസം. കുറേ നടക്കാനുണ്ട്, കുറേ നടന്ന് കാണാൻ വേണ്ടിയിട്ടുള്ളതുണ്ട്. ഈ മരങ്ങളുടെയൊക്കെ കീഴിലൊക്കെ എത്തിക്കഴിയുമ്പോൾ ഭയങ്കര ഒരു ഫ്രഷ്നെസ് നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ. നല്ല അടിപൊളി സ്ഥലമാണ്. ഇതുണ്ടോ, റോക്കുകൾ സൈഡിൽ കൂടെ വെച്ചിട്ട് അവർ ആ ഒരു പാത്ത് റെഡിയാക്കിയേക്കുന്നത് കണ്ടോ. ഇത് ഒറിജിനൽ എന്താ പറയുക, തടിയും കമ്പിയും കൊണ്ട് ഉണ്ടാക്കിയതാണ് ആ ഡോറുകൾ. ഇവിടെ കുറേ കിളികൾ ഇരിപ്പുണ്ടായിരുന്നു. ഈ കിളികളൊന്നും ചില്ലുകൂടിലല്ല കേട്ടോ, നമുക്ക് ഡയറക്റ്റ് കാണാൻ പറ്റുന്നതാണ്, നമുക്ക് തൊട്ട് നോക്കാൻ പറ്റുന്ന പരുവത്തിലാണ്. ഹെയ്ഡിന് ഒരു കിളിയായിട്ട് വഴക്കുണ്ടാക്കുന്നത് കണ്ടോ. രസമായിരുന്നു. പക്ഷേ എനിക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ. എങ്ങാനും ഇത് നമ്മളെ കൊത്തുമോ എന്നുള്ളൊരു പേടി എനിക്കുണ്ടായിരുന്നു. പക്ഷേ അവിടെ അവർ എഴുതി വെച്ചിട്ടുണ്ട് ഡു നോട്ട് എൻ്റർ. നമുക്ക് അങ്ങനെ കിളികളെയൊക്കെ കണ്ടു കഴിഞ്ഞു. നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. ഈ ഡോറൊക്കെ നോക്കി ഗൈസ്. അമ്മേ, തടിയുടെ ഡോറ് കണ്ടോ. എന്ത് ഹെവിയാന്നറിയോ ഡോർ തുറക്കണമെങ്കിൽ. ഇങ്ങനെ ഡോർ തുറക്കാൻ നമ്മൾ വേറൊരു ഏരിയയിലേക്ക് എത്തും. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഈ ഒരു ഏരിയയിലേക്കാണ്. ഈ ഒരു സാധനങ്ങളൊക്കെയാണ് നമ്മളിനി കാണാൻ വേണ്ടിയിട്ട് പോകുന്നത്. കണ്ടോ, നല്ല അടിപൊളിയായിട്ട് നിന്ന് പുല്ല് തിന്നുന്നത് കണ്ടോ രണ്ടുപേര്. നമുക്ക് ഇവിടെ അധികം എന്താ പറയുക ഫെൻസിങ് കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. നമുക്ക് ഇതിനകത്തേക്ക് എൻ്റർ ചെയ്യാൻ പാടില്ല എന്ന് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്കിവിടെ ഈ ഒരു ഏരിയയിൽ നിന്നിട്ട് കാണാനുള്ള പെർമിഷനേ ഉള്ളൂ. പക്ഷേ ഈ ഗ്ലാസ് ഡോർ ഒന്നുമല്ല കേട്ടോ. നോക്കി അങ്ങോട്ടേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇടവഴിയൊക്കെ ആൾക്കാർ ഇഷ്ടം പോലെ നടന്നിങ്ങനെ പുല്ല് തിന്നുന്നത് കാണാം. അങ്ങനെ ഞങ്ങളിതാ ഈ ഒരു എന്ത് രസമാണ് നോക്കിയേ. ഇവിടെയൊക്കെ ഒന്ന് വന്ന് കാണുക എന്ന് പറഞ്ഞാൽ ഓ മൈ ഗുഡ്നസ് അടിപൊളിയാണ് കേട്ടോ. ഇതിൻ്റെ സൈഡിലൊരു എന്താ പറയുക ഒരു കടൽ പോലെ. വെള്ളം കണ്ടോ. ഞാൻ നിങ്ങളിവിടെ ഒരു പാലം കാണിക്കട്ടോ. അടിപൊളിയാണ്. രണ്ട് സൈഡിൽ ഈ പാലത്തിൻ്റെ അപ്പുറത്തെ സൈഡിലും ഇപ്പുറത്തെ സൈഡിലും കൂടെ ഇങ്ങനെ വെള്ളം ഒഴുകുന്നുണ്ട്. ഇതാണ് മാംഗ്രൂവ് ട്രെയിൽ കണ്ടോ. ഞങ്ങൾ താണ്ടി ഈ പാലത്തിൽ കയറി. എന്ത് രസം നോക്കി, നീല കളറിലെ വെള്ളം. ലുക്ക് ക്ലോസ്ലി അറ്റ് ദ റോക്സ് വാട്ട് യു ക്യാൻ സീ. നിങ്ങൾ പറയണേ നിങ്ങൾക്ക് എന്തെങ്കിലും കാണാൻ പറ്റുന്നുണ്ടോന്നേ. ഇത് വീഡിയോ കാണുന്നവർ പറയണേ. എനിക്കെന്തോ പവിഴപ്പുറ്റ് പോലൊക്കെ എന്തൊക്കെയോ കാണുന്നുണ്ട്. ഇച്ചുവിനും പവിഴപ്പുറ്റ് പോലെ എന്തൊക്കെയോ കാണുന്നുണ്ട്. അത് പവിഴപ്പുറ്റാണെന്ന് തോന്നുന്നു. അതുണ്ടോ ഈ പാലത്തെ വഴി ഇച്ചു ഹെലൻ ബേബി ഹെയ്ഡാപ്പിയും കുഞ്ഞാവേയും ഞാനും ഒക്കെ നടന്നു പോകുന്ന കാണുന്നേ. നിങ്ങൾക്കാണോ എന്ത് രസമെന്നറിയോ. ഒരു രക്ഷയില്ല കേട്ടോ. എനിക്കൊന്ന് ഭയങ്കര മനസ്സിൽ ഭയങ്കര ഹാപ്പി. ഈ പാലം ഫുള്ള് തടി കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതുണ്ടോ ടക്ക് ടക്കെന്ന ശബ്ദം കേൾക്കുന്നത് ഞങ്ങൾ തടിയെ കൂടെ നടക്കുന്നതിൻ്റെ ശബ്ദമാണ്. കിളി നിന്നുറങ്ങുന്ന കാണുന്നോ അതിനകത്ത്. നോക്കട്ടെ അമ്മ നോക്കട്ടെ കിളി നിന്നുറങ്ങുന്നുണ്ടോ നോക്കട്ടെ. ഇതുണ്ട് ഇതിനകത്ത് നടന്നു എന്ത് രസം നോക്കി. ഇപ്പോൾ പാലം കടന്ന് ഞങ്ങൾ ഇക്കരെ എത്തിയിട്ട് ഞങ്ങൾ ഇങ്ങനെ നടന്നു പോകുന്ന കാണുന്നേ. ഭയങ്കര രസമായിട്ടോ. കടൽക്ക് നടുക്കൂടാണ് ഞങ്ങൾ നടന്നു പോകുന്നത് കേട്ടോ. നടന്ന് ക്ഷീണിക്കുന്നവർക്ക് ഹിച്ചു ഇരിക്കുന്ന പോലെ ഇവിടെ ഇങ്ങനെ ഇരിക്കാനായിട്ടുള്ളൊരു സൗകര്യമൊക്കെ ഇവർ ഒരുക്കിയിട്ടുണ്ട്. ഇതും തടി കൊണ്ട് തന്നെയാണ്, പ്യുവർ തടി കൊണ്ട് ഉണ്ടാക്കിയേക്കുന്നതാണ്. ഹെയ്ഡപ്പി കുറേ അങ്ങ് നടന്നു പോയി. എന്ത് രസമാണ്. സൂപ്പർ. നമുക്ക് എന്താണ് കാക്ക. നമ്മുടെ നാട്ടിലത്തെ കാക്ക ഇരിക്കുന്നുണ്ട്. കാക്ക അതാണ്ട് തുഞ്ചത്തിരിക്കുന്നതാണ് നമ്മുടെ നാട്ടിലെ കാക്ക. മാംഗ്രൂവ് ബേർഡ്സ് ഹൈഡ് 1 ആണ് ഈ കാണുന്നത്. ഫ്ലെമിംഗോ
അങ്ങനെ ഞങ്ങളിതാ ഇവിടെ വന്നിങ്ങനെ വെറുതെ കുറച്ച് നേരം ഇരിക്കാന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മളിവിടെ വന്നപ്പോൾ പരിചയപ്പെട്ട ചേച്ചിയുടെ പേരിന് നീതു. നാട്ടിലെവിടെയാ? ആലുവ. ആ ഓക്കെ ഓക്കെ. ഇവരെയൊക്കെ നമ്മളിവിടെ വന്നപ്പോൾ പരിചയപ്പെട്ടതാണ് കേട്ടോ. എന്താ ചേട്ടാ എക്സ്പീരിയൻസ് ഇവിടെ വന്നിട്ട്? കൊള്ളാം നല്ല അല്ലേ? ആൾക്കാർക്ക് വരാനും അല്ലേ? ആ പിള്ളേർക്ക് കുറച്ചുണ്ട് ഇൻഫോർമേറ്റീവ് വന്നല്ലേ? ആ ഓക്കെ ഓക്കെ. വർക്ക് ചെയ്യുക ഇവിടെ? ആ ഓക്കെ ഓക്കെ ശരി. അങ്ങനെ നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇവിടെ ഒരുപാട് കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കണ്ടു പഠിക്കാനുണ്ട്. ആക്ച്വലി കുട്ടികൾക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ഇൻഫോർമേറ്റീവ് ആണ്. ഇപ്പം നമ്മൾ കണ്ട ഒരു ഫാമിലി ഉണ്ട്, അവരോട് ഞാൻ ചോദിച്ചപ്പോൾ അവരും പറഞ്ഞത് അത് തന്നെയാണ്, സെയിം ഒപ്പീനിയനാണ് അവർക്കുള്ളത്. ഇവിടെ കുട്ടികൾക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനായിട്ടും എന്താ പറയുക, നമുക്ക് അറിയത്തില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതൊക്കെയാണ് ഞാൻ ഈ ചെറിയ ചെറിയ ബോർഡുകളിലായിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിരിക്കുന്നത്. അപ്പം എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്ന കുട്ടികൾ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഇത് കുറച്ചുകൂടെ അവർക്ക് ഇൻഫോർമേറ്റീവ് ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ നമ്മൾ വേറെ സ്ഥലങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഭയങ്കര രസമാണ് കേട്ടോ ഇവിടെ. ഭയങ്കര ഗ്രീനറിയും കാര്യങ്ങളും, കുട്ടികൾക്ക് നടക്കാനാണെങ്കിലും ഓടാനാണെങ്കിലും ഒക്കെ നല്ല രസമാണ് ഇതുവഴി. ഒരു ഹെലികോപ്റ്റർ ഇതുവഴി പോകുന്നുണ്ടോ? ഞങ്ങളിങ്ങനെ വന്നപ്പോഴേക്കും ഒരു ഹെലികോപ്റ്റർ ഇതാ ഇങ്ങനെ പോകുന്ന കാണുന്നുണ്ട്. അപ്പം ഞങ്ങൾ ബൈ കേട്ടോ. അപ്പം നിങ്ങൾ ഇനി അടുത്ത എങ്ങോട്ടാ? ഹാങ്ങിങ് ഗാർഡൻ. ആ ഹാങ്ങിങ് ഗാർഡൻ. അപ്പം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ ശരി, അപ്പോൾ കാണാം കേട്ടോ. ഓക്കെ ശരി കേട്ടോ. ഓക്കെ. ആ ഇവിടെ ഇങ്ങനെ കുട്ടികൾക്കായിട്ടൊരു പ്ലേ ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാ പിച്ചു ഹേബലിനെയും കൊണ്ട് ഇവിടെ വന്നിരിപ്പുണ്ട്. ഹെലമോളും ഹൈഡാപ്പിയും ഇങ്ങനെ ഇതേണ്ടേ ഇതിൽ കയറാൻ പോകുന്നു. നല്ല രസമാണ് കേട്ടോ. കാരണം ഇതൊരു ആമയുടെ ഷേപ്പിലാണ്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഒരു ആമയുടെ ഷേപ്പിലാണ് ഈ ഒരു സീറ്റിംഗ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ അങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ ഹെലമോൾ അവിടെ കളിക്കാൻ കയറി. ആ അങ്ങനെ ഹേബൽ കുട്ടനും എൻജോയ് ചെയ്തു. വാവ് നല്ല അടിപൊളി സൺലൈറ്റ് ഞങ്ങളുടെ മുഖത്തടിക്കുന്നത് കണ്ടോ? വാവ് സൂപ്പർ.
ഈ സമയത്ത് നമ്മളിവിടെ വരുവാണെങ്കിൽ നമുക്ക് കുറച്ച് വൈറ്റമിൻ ഡി ഒക്കെ കിട്ടും കേട്ടോ. ഇതാ ടേബിളിൽ കുറച്ച് വൈറ്റമിൻ ഡി എടുത്തേ. എന്ത് രസം അറിയോ ഇവിടെ. സീരിയസ്ലി അടിപൊളി സ്ഥലമാണ്. നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ശരിക്കും എൻജോയ് ചെയ്യും. കാരണം നിങ്ങൾ എന്താ പറയുക, ഇവിടെ വരുവാണെങ്കിൽ എനിക്ക് മെസ്സേജ് ഇടണേ. ഈ യൂട്യൂബ് ചാനൽ കണ്ടിട്ട് ഇവിടെ വരുന്ന ആൾക്കാർ എനിക്ക് മെസ്സേജ് ഇടണം കേട്ടോ. കണ്ടോ ഹെലമോടെ മുഖത്തും വൈറ്റമിൻ ഡി അടിക്കുന്നത് കണ്ടോ. ഹെലമോളും വൈറ്റമിൻ ഡി എടുക്കുക. ഹെലമോൾ നോക്കേ, ലുക്ക് ഹിയർ ഹെലൻ. നമ്മൾ അകത്തെ കാഴ്ചകൾ കുറച്ച് കണ്ടതിന് ശേഷം വേഗം പുറത്തേക്ക് ഇറങ്ങിയായിരുന്നു. കാരണം ഇരുട്ടാകുന്നതിന് ഇപ്പം നമുക്ക് ഈ കണ്ടൽക്കാടുകളെല്ലാം കണ്ട് തീർക്കേണ്ടിയിട്ട് നമുക്ക് ഇവിടുത്തെ കാഴ്ചകളെല്ലാം പുറത്തെ കാഴ്ചകളൊക്കെ ഇരുട്ടുന്നതിന് മുമ്പ് കണ്ടിട്ട് ഇനി നമ്മൾ അകത്തേക്ക് പോയിട്ട് കുറച്ചും കൂടെ ഉണ്ട്. നമ്മൾ അതും കൂടെ ഒന്ന് ഷൂട്ട് ചെയ്തിട്ട് പോകാം കേട്ടോ. അതൊക്കെ ഒന്ന് കണ്ടിട്ട് പോകാം. അങ്ങനെ നമ്മൾ തിരിച്ച് വീണ്ടും ആ ആമയൊക്കെയുള്ള സ്ഥലത്തേക്ക് എത്തി. ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതിനെ ഒന്നുകൂടെ കാണിച്ചു തരാം. അങ്ങനെ ഞങ്ങളിത് കണ്ടു കഴിഞ്ഞു. അപ്പം നിങ്ങൾ ഞങ്ങളുടെ കൊടുത്ത ഈ വീഡിയോസൊക്കെ കണ്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പം ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പ്ലീസ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.